ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന ചില ചോദ്യങ്ങളുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണുക. അതുപോലെ ഇത് പാർട്ട് 4 ആണ്. ഇതിൻ്റെ മുമ്പുള്ള പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതം, മഹാരാഷ്ട്ര. സാല വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം? ദുംഗ ദേശീയ ഉദ്യാനം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ്, റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. മങ്കാരി മാതായി ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ചാമ്പ്യന്മാർക്ക് ആദ്യമായി ഗ്ലോബൽ 500 അവാർഡുകൾ നൽകിയത് ഏത് വർഷമാണ്? 1987. കേരളത്തിലാകെ എത്ര ദേശീയ ഉദ്യാനങ്ങളുണ്ട്? 5. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. ലോക വന്യജീവി ദിനം എന്നാണ്? മാർച്ച് 3. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ്? ഏഴിമല, കണ്ണൂർ, 1977. കേരളത്തിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ലോക പരിസര ദിനം എന്നാണ്? ഒക്ടോബർ 7. ആരോഗ്യകരമായ പരിസ്ഥിതി രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ലോക പർവ്വത ദിനം എന്നാണ്? ഡിസംബർ 11. വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. WWF രൂപം കൊണ്ടത് എന്നാണ്? 1961 ഏപ്രിൽ. ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നതെന്ത്? മംഗളവനം പക്ഷി സങ്കേതം. ലോക ഭക്ഷ്യ ദിനം എന്നാണ്? ഒക്ടോബർ 16. ഡൗൺ ടു എർത്ത് എന്ന പരിസ്ഥിതി മാസികയുടെ പത്രാധിപരായ മലയാളി വനിത ആര്? സുനിത നാരായണൻ. അന്താരാഷ്ട്ര ജന്തു ദിനം എന്നാണ്? ഒക്ടോബർ 3. ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂസ്ട്ര ട്രാവൻകൂറിക്ക. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനങ്ങൾ ഏതാണ്? ഗിർ വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. പരിസ്ഥിതി കമാൻഡോകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ലോക പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻപീസ്. പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? പിപ്പലാന്ത്രി, രാജസ്ഥാൻ. മണ്ണ് മലിനീകരണത്തിന് കാരണം എന്താണ്? ആസിഡ് മഴ. സസ്യഭോജികൾക്ക് ഒരു ഉദാഹരണം? പുൽച്ചാടി. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ മാറ്റം. ആവാസ വ്യവസ്ഥയിൽ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത്? സ്വപോഷികൾ.
സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ സാധിക്കാത്തതും ആഹാരത്തിനായി നേരിട്ടോ അല്ലാതെയോ സ്വപോഷികളെ ആശ്രയിക്കുന്നതുമായ ജീവികളെ പറയുന്നത് പരപോഷികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം ഏതാണ്? നാഗാർജുന സാഗർ ടൈഗർ റിസർവ്, ആന്ധ്രാപ്രദേശ്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി? അശോകൻ ചക്രവർത്തി. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ ജില്ലയിൽ. കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഏത്? ചിന്നാർ. അമേരിക്കയിലെ അരിസോണയിലെ മരുഭൂമി അറിയപ്പെടുന്നത് ഏതു പേരിൽ? ചായമടിച്ച മരുഭൂമി. അപ്പിക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആലിംഗനം ചെയ്യുക. ചിപ്കോ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ചേർന്നു നിൽക്കുക. വന്യമൃഗങ്ങളുടെ പെരുമാറ്റം പഠിക്കുന്ന ശാസ്ത്രജ്ഞർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? എതോളജിസ്റ്റുകൾ. ലോക പരിസ്ഥിതി സംഘടനയായ ഗ്രീൻപീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാം, നെതർലാൻഡ്. പക്ഷി വൻകര എന്നറിയപ്പെടുന്നത് എന്ത്? സൗത്ത് അമേരിക്ക. നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് പാർട്ട് 4 ആണ്. പാർട്ട് 3ഉം 2ഉം 1ഉം കാണാത്തവർ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ 40 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്.